നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന അവർ നേരിട്ട് ഇതുവരെയും എങ്ങും വന്ന് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ആരോടെങ്കിലുമൊക്കെ അത് പറഞ്ഞുവെന്ന് ഒരു മൂന്നാം കക്ഷി മാധ്യമങ്ങളിലൂടെ വന്ന് പറഞ്ഞതല്ലാതെ ഇരകൾ ആരും തന്നെ ഇതുവരെയും ഒരു പരാതിയോ രാഹുലിനെതിരെ ഒരു ചെറുവിരൽ അനക്കുകയോ ചെയ്തിട്ടില്ല. ചില സ്വകാര്യ സംഭാഷണങ്ങൾ ചില മാധ്യമങ്ങൾ ചോർത്തിയെടുത്ത് പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് കൊടുത്തു എന്നതല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെയുമില്ലായിരുന്നു. അങ്ങനെ തിടുക്കപ്പെട്ട് ക്രൈംബ്രാഞ്ചിനെ ഇറക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. 5 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനുള്ള മറുപടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കിട്ടുമെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഓങ്ങിയിരിക്കുന്നത്. ഇരകളൊക്കെ തന്നെ ഇപ്പോൾ രാഹുലിനൊപ്പമായിരിക്കുന്നു. രാഹുലുമായിട്ടുള്ള ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധമാണെങ്കിൽ അതിൽ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നം? ഇക്കാര്യമാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ മുഖത്ത് പോലും നോക്കി ചോദിക്കേണ്ടി വരുന്നത്. അങ്ങനെ പരാതി ഒന്നും തന്നെ ഇല്ലാതെ ഒരു പുകക്കേസായി മാറിയിരിക്കുകയാണ്. വായുവിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുത്ത ഈ കേസ് അങ്ങനെ തേഞ്ഞുമാഞ്ഞു പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് രാഹുലിനെതിരായിട്ടുള്ള പരാതികളൊക്കെ തന്നെ ഇതോടെ ക്രൈംബ്രാഞ്ചിന് ഒഴിവാക്കേണ്ടി വരും. പക്ഷേ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെയുള്ള പരാതികൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ നിൽപ്പുണ്ട്. 10 പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 5 എണ്ണവും നടി റിനിയാൻ ജോർജിനെതിരെയും അതുപോലെ തന്നെ ഹണിക്കെതിരെയും ഒക്കെ തന്നെ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അവർ പറഞ്ഞ ആ കാര്യങ്ങളിലെ ആധികാരികത അവർ കൂടുതൽ തെളിവ് എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല? രാഹുലിനെ നാണം കെടുത്താൻ ശ്രമിച്ചുവെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ പലരും പറഞ്ഞൊരു വിഷയമാണ്, തെറ്റ് ചെയ്തെങ്കിൽ ഉറപ്പായും രാഹുൽ ശിക്ഷിക്കപ്പെടണം. ഇനി രണ്ടുപേരും ചേർന്നാണ് ആ തെറ്റിന് കൂട്ടുനിന്നതെങ്കിൽ, രണ്ടുപേരുടെയും താല്പര്യപ്രകാരം അവർ സ്വകാര്യ നിമിഷത്തിൽ ചെയ്ത ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും തന്നെ പറയാനില്ല. ഇനി അതല്ല, രാഹുലിനെ കല്ലെറിയാനാണ് ഇവരൊക്കെ തന്നെ ശ്രമിച്ചത്, കിട്ടിയ അവസരത്തിലൂടെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചുവെങ്കിൽ അതിനുള്ള മറുപടി ഉറപ്പായും നൽകണമെന്ന് ഏവരും കുറിച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കല്ലെറിഞ്ഞവർ ഓരോരുത്തരായി ഇനി അടുത്ത ദിവസം മറുപടി പറയേണ്ടി വരുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി മാനനഷ്ട കേസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുതിരുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണാൻ സാധിക്കും. രാഹുലിനെതിരായിട്ടുള്ള നിയമ നടപടിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നാണ് നിലവിൽ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചു എന്ന് പറയപ്പെടുന്ന 2 സ്ത്രീകൾ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് വരുന്നത്. ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ശബ്ദരേഖയിലുള്ള സ്ത്രീയുമായി നേരിട്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സംസാരിച്ചു. അവരെ പറ്റും വിധത്തിലൊക്കെ തന്നെ കൺവിൻസ് ചെയ്യാനായി ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാ തരത്തിലുള്ള നിയമസഹായം നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും അവർ നിയമ നടപടിക്ക് താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ രാഹുലിന്റെ പക്കലും കൃത്യമായ തെളിവുകളുണ്ടെന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്ന ഒരു വിഷയമാണ്. അങ്ങനെ വരുമ്പോൾ വാദി പ്രതിയാകുന്ന ഒരു സാഹചര്യം ഒരുപക്ഷേ കോടതിയിൽ ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്നത്. ഇരകളെല്ലാം തന്നെ കേസിനോട് വിമുഖത കാട്ടുന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ചിന് വലിയ തിരിച്ചടിയായി ഇത് മാറുന്നു. അതോടെ അന്വേഷണം വഴിമുട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല. ബംഗളൂരു ആശുപത്രിയിൽ നിന്നും വലിയൊരു നിധികുംഭം കണ്ടെത്തി എന്ന രീതിയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം അങ്ങോട്ടേക്ക് പോയത്. ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടിയെങ്കിൽ പോലും അതിലെങ്ങനെയാണ് കേസെടുക്കാൻ കഴിയുന്നത്? നിർബന്ധപൂർവ്വം അത് നടത്തിയെന്ന് യുവതി പോലും സമ്മതിക്കുന്നില്ല. അന്നേരത്തെ വാശിയുടെ പേരിലോ ദേഷ്യത്തിൻ്റെ പേരിലോ വഴക്കിട്ടതിൻ്റെ പേരിലോ ഇത്തരത്തിലൊരു വോയിസ്, ആ ഒരു ഫോൺ റെക്കോർഡിംഗ് അത് പുറത്തുവിട്ടു എന്നതല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ നിലനിൽക്കുന്നില്ല. ഇനി ഈ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത അത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അത് പരിശോധിക്കേണ്ടതാണ്. അത് രാഹുലിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഈ പറയുന്ന യുവതികൾക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പ് മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഗർഭചിത്രത്തിന് രാഹുൽ യുവതിയെ നിർബന്ധിക്കുന്നതായിരുന്നു ആ പുറത്തു വന്ന ശബ്ദരേഖയും. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച യുവനടിയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരാതിയുമായി മുന്നോട്ട് പോകണമോ എന്നുള്ള കാര്യവും അവരോട് ആരാഞ്ഞിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങളോട് മാത്രമേ തനിക്ക് ഈ കാര്യങ്ങൾ പറയാനുള്ളൂ. നേതൃത്വം വേണ്ട രീതിയിലുള്ള നടപടി സ്വീകരിച്ചു, അതുകൊണ്ട് നിയമ നടപടിക്കൊന്നും താനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടിയും കൈയൊഴിയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ട്രാൻസ്ജെൻഡർ യുവതിയും മൊഴി നൽകാൻ പോലും തയ്യാറായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ യുവതിക്ക് നേരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നിരവധി ആളുകൾ രംഗത്ത് വന്ന കാഴ്ചയും നമ്മളേവരും കണ്ടതാണ്. അതുകൊണ്ട് ഈ കേസും എങ്ങും തന്നെ എത്താൻ പോകുന്നില്ല. ഇതൊക്കെ വെറും പുകമറ മാത്രമാണ്. രാഷ്ട്രീയ ആയുധമായി ഇതിനെ മാറ്റിയെടുക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുലിനെതിരെ പരാതി നൽകിയവരുടെ മൊഴിയൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ ഇരകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരുടെ മൊഴിയും രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നുവെങ്കിൽ പോലും അതൊക്കെ തന്നെ വിഫലമാണ്. അതിൽ ഒരു കാര്യവുമില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്.
സോഷ്യൽ മീഡിയയിൽ രാഹുലിന് കൂടുതൽ പിന്തുണ കൂടി വരുന്ന സാഹചര്യത്തിൽ ഉന്നത കേന്ദ്രങ്ങളും അതിവേഗ അന്വേഷണത്തിലുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു ഗർഭകഥ അധികകാലം പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഇതിലൊരു തുമ്പുണ്ടാക്കിയെടുക്കണം, രാഹുലിനെ അഴിക്കുള്ളിലാക്കണമെന്നുള്ള നിർദ്ദേശം മുകളിൽ നിന്നും ഉറപ്പായും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ എത്തി ഏറ്റവും അവസാനം ഒന്നും തന്നെ ഇല്ലാതായി, ഉള്ളി തൊലിക്കുക എന്ന് പറയുന്നത് പോലെ അവസാനം ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ലൈംഗിക പീഡന പരാതികൾ അന്വേഷിക്കുന്ന അന്വേഷക സംഘത്തിന് ബംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്ന് കിട്ടിയ രേഖകൾ വെച്ചൊന്നും തന്നെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ അന്വേഷണത്തിനായി പലതവണ ബംഗളൂരുവിൽ യാത്ര പോയി എന്നതല്ലാതെ മറ്റൊരു ഉദ്ദേശവും അതിലുണ്ടായിരുന്നില്ല. 2 യുവതികൾ ഗർഭഛിദ്രത്തിന് വിധേയരായി. അതിലൊരാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു. ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് അത് ചെയ്തതായും പറയപ്പെടുന്നത്, ക്രൈംബ്രാഞ്ചിന്റെ ഭാഷ്യം. ആ ആശുപത്രിയിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുവതിയുടെ അടുത്ത് പോയി നേരിട്ട് മൊഴിയെടുത്തത്. ആ യുവതി ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ സംസാരിച്ചാൽ മാത്രമേ പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്താനോ രാഹുലിന്റെ കുരുക്ക് മുറുക്കാനോ സാധിക്കൂ. പക്ഷേ അത് വിഫലമായിരിക്കുന്നു. അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നുവെന്ന് ദേശാഭിമാനി അടക്കം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഒരു സ്വാധീനവുമില്ല. ആരുടെയും നിർബന്ധപൂർവ്വത്തിലല്ല തങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. തങ്ങൾക്കിതിന് താല്പര്യമില്ല, നിയമപരമായി മുന്നോട്ട് പോകാൻ തങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് സംബന്ധിച്ചെങ്കിലും പരാതി കിട്ടണമായിരുന്നു, അതും കിട്ടിയിട്ടില്ല. അപ്പോൾ രാഹുലിനെതിരെയുള്ള അന്വേഷണമൊക്കെ ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇരകളാരും അന്വേഷണ സംഘത്തെ സമീപിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യം. ഈ കേസ് അപ്രസക്തമായി പോകും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഊന്നൽ നൽകുന്നത്. നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സന്ദേശമയച്ചു, ഫോൺ വിളിച്ചു ഭീഷണിപ്പെടുത്തി, സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു, സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്കിടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു. ഇത്തരത്തിലുള്ള കുറ്റം ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുക്കാൻ തിടുക്കം കാട്ടിയത്. അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചതായി എങ്ങും തന്നെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനും കഴിയുമായിരുന്നു. നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ FIRന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് 10 പരാതി, 2 രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവരെക്കുറിച്ച് നേരത്തെ പരാമർശിച്ച പോലെ നടിക്കെതിരെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കെതിരെയും ഒക്കെ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയെങ്കിൽ പോലും അതൊന്നും പ്രസക്തമായിരുന്നില്ല, അപ്രസക്തമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രാഹുലിനെതിരെ ആരൊക്കെ പരാതി തന്നിരിക്കുന്നു അതിൻ്റെ പേരിൽ FIR ഇട്ട് അന്വേഷണം നടത്തുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഗർഭഛിദ്രത്തിനായി രാഹുൽ നിർബന്ധിച്ചെന്നും 18 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവരാണ് അതിൽ ഇരയായിരിക്കുന്നതെന്നുമാണ് പറയുന്നത്. അതായത് പേര് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് അവരെക്കുറിച്ചുള്ള വ്യക്തമായൊരു സൂചന അന്വേഷണ സംഘത്തിനെങ്കിലും കിട്ടിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് ആ FIR സമർപ്പിച്ചത്. കഴിഞ്ഞ മാസമായിരുന്നു. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള കുറ്റങ്ങൾ ചുമത്തി. BNSലെ 78(2), 351, പോലീസ് ആക്ടിലെ 120 എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. 5 പേരുടെ പരാതി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അതേസമയം ഈ സാഹചര്യത്തിൽ ഈ വിവാദങ്ങളൊക്കെ തന്നെ കെട്ടടങ്ങിയ ഘട്ടത്തിൽ രാഹുലിനെ തിരികെ മണ്ഡലത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ തന്നെ മാറ്റം വന്നിരിക്കുന്നു. രാഹുലിന്റെ പിന്തുണ 10 മടങ്ങ് വർദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ രാഷ്ട്രീയ ആക്രമണമായി തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ പ്രതിഷേധങ്ങളെ ഒന്നും ഭയക്കേണ്ടതില്ല. ഇതൊക്കെ CPMന്റെ അതുപോലെ BJPയുടെ രാഷ്ട്രീയ ആയുധങ്ങളായിരുന്നു, കെട്ടുകഥകളായിരുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രവർത്തകരോടും മറ്റ് അണികളോടുമൊക്കെ തന്നെ പറഞ്ഞ് ഫലവത്താക്കാൻ ശ്രമിക്കുന്നത്. ഇത് എങ്ങനെയും അടിത്തട്ടിലേക്ക് എത്തിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടി സംരക്ഷണം ഒരുക്കുക എന്ന് തന്നെയാണ് പാലക്കാട് DCC അധ്യക്ഷനും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തിനടുത്താകുന്നുണ്ട്. രാഹുലിനെതിരെ ലൈംഗിക ആരോപണം എന്നുയർന്നോ അന്നു മുതൽ രാഹുലിന്റെ വീട്ടിൽ, അതായത് അടൂരിലെ വീട്ടിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ മാനേജ് ചെയ്യുന്നത്. പത്രസമ്മേളനമൊക്കെ അടൂരിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് DCC ആണ് മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ അലയൊലികൾ ഉണ്ടാകുമെന്ന് സംശയിക്കുന്ന മണ്ഡലത്തിൽ ഇത്രയധികം നാൾ അവിടുത്തെ MLA മാറി നിൽക്കുമ്പോൾ, ആരോപണ വിധേയനായി മാറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് തന്നെയാണ് നിലവിൽ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത്. പാർലമെന്റിലായിക്കോട്ടെ നിയമസഭയിലായിക്കോട്ടെ പാലക്കാട് മണ്ഡലം കൈവിട്ടു പോകാനുള്ള ഒരു സാധ്യത ഇതിലൂടെ പറയുന്നുണ്ട്. രാഹുലിന്റെ വിഷയമെന്ന് പറയുന്നത് തന്നെ ഒരു അടഞ്ഞ അധ്യായമായി കഴിഞ്ഞ ദിവസം VD സതീശനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാപകമായി വന്നുകൊണ്ടിരുന്ന ഈ ആരോപണങ്ങൾ കോൺഗ്രസിനെ ശരിക്കും പ്രതിരോധത്തിലാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യുവനടി പരാതി പറഞ്ഞപ്പോൾ അതൊരച്ഛൻ കൈകാര്യം ചെയ്യുന്നത് പോലെ ഇടപെട്ടു എന്നാണ് VD എന്ന് പറഞ്ഞത്. അതിന് പിന്നാലെ VD സതീശനും വെട്ടിലായി. സ്ത്രീകളെ തെറ്റായ രൂപത്തിൽ നോക്കുന്നത് പോലും പോലീസ് ഒരു കേസാക്കി എടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പരാതി കിട്ടിയിട്ട് അത് പോലീസിനെ അറിയിക്കാതെ എന്തുകൊണ്ട് കൈകാര്യം ചെയ്തു എന്നുള്ള നിലപാട് അത്
നിരവധി ആളുകൾ വിമർശിച്ച വിഷയമായിരുന്നു. പക്ഷേ ഈ നടിയെ സമീപിച്ചപ്പോൾ ക്രൈംബ്രാഞ്ചിനോടും പറഞ്ഞത് തനിക്ക് പരാതിയൊന്നും തന്നെ ഇല്ല, പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ സതീശനെ പ്രതിരോധത്തിലാക്കാനുള്ള വടി ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഏവർക്കും അനുകൂലമായിട്ടുള്ളതാണ്.